ഒക്കെ കിട്ടും. ഇതിന് മാത്രമല്ല കരളിനെ ശുദ്ധി വരുത്തുന്നതിന്, കിഡ്നി ശുദ്ധി വരുത്തുന്നതിന്, രക്തം ശുദ്ധീകരിക്കുന്നതിന് സഹായകമാകും. സ്കിന്നിനും ഗുണകരമാണ്. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നു. ഉറക്കം കിട്ടാനായിട്ട് വേര് പാൽക്കഷായം വെച്ച് രാത്രി ഡിന്നറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദം. ഓക്കെ. അതുപോലെ വേരരച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേരരച്ച് നേരത്തെ പറഞ്ഞ പോലെ വെണ്ണയിൽ ചാലിച്ച് വെറും വയറ്റിൽ കൊടുക്കായിരിക്കും നല്ലത്. ഇനി ഇതിട്ട് പൂക്കളിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ മുഖം കഴുകുന്നതിന് ഉപയോഗിക്കാം. ഈ വെള്ളം കുടിക്കുന്നതിന് ഉപയോഗിക്കാം. ഓക്കെ. സമൂലം ഉപയോഗിക്കാം. മനസ്സിലായോ? ഇത് കൂടുതലായിട്ട് പൂക്കളുണ്ടെങ്കിൽ അത് ഉണക്കി സൂക്ഷിച്ച് അതുപോലെ തേയില പോലെ ചായ പോലെ ഉണ്ടാക്കി കുടിക്കുന്നതിന് ഉപയോഗിക്കാം. ഓക്കെ. ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം മുതൽ ആവർത്തിച്ച് ഒന്നും കൂടി കാണുക. എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെട്ടെ. ആർക്കെങ്കിലും ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഒന്ന് സഹകരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9